welcome back to my channel. Okay, അപ്പോൾ അഞ്ജുസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ആണ്. ഓണർ റിലേറ്റഡ് മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസൊക്കെയും കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളാಗಿ കാണണം, ഫൈനൽ ലുക്ക് വരെയും കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഓണിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റായിട്ട് പറയാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ചേച്ചിയുടെ വീട്ടിലാണ് ഇരിക്കുന്നത്, അപ്പോൾ അതാണ് വ്യത്യാസമായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി മേക്കപ്പ് ലുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ വന്നിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് വെറ്റ് ടിഷ്യൂ വെച്ചിട്ട് ക്ലീൻ ചെയ്യുവാണ്. ഓൾറെഡി വാഷ് ചെയ്ത ഫേസ് ആണെങ്കിലും ഡസ്റ്റ് എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച്, പിന്നെ വീഡിയോ ഒക്കെ അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ വെറ്റ് ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫുൾ ആയിട്ട് നമ്മുടെ മുഖം കംപ്ലീറ്റ് ക്ലെൻസ് ചെയ്യുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാക്മിയുടെ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായ മോയ്സ്ചറൈസറാണ്, കാരണം നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മോയ്സ്ചറൈസർ നമുക്ക് ഈ ഒരു ലുക്ക് ചെയ്യാൻ അത്യാവശ്യമായിരിക്കും. കാരണം നമ്മൾ ഒരുപാട് ഇപ്പോൾ ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ നമുക്ക് ഹെവി പോലെ തോന്നും, പക്ഷേ ഈ മോയ്സ്ചറൈസർ നമുക്ക് സമയം കഴിയും തോറും കുറച്ചൊന്ന് നാച്ചുറൽ ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് സൺസ്ക്രീമാണ്. സൺസ്ക്രീം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഓഷയുടെ UV ഷീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൺസ്ക്രീമാണ്. അപ്പോൾ ഇത് മുമ്പൊരു വീഡിയോയിൽ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇവിടെ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കൺസീൽ ചെയ്യണം ഫേസ്. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫേസ് കൺസീൽ ചെയ്യുന്നത് നമ്മുടെ ഡാർക്ക് സർക്കിൾ, ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ നമുക്ക് ഫുള്ളായിട്ട് മറയ്ക്കണം എന്നാഗ്രഹമുള്ളവർക്ക് നമുക്ക് ഈ കൺസീലർ യൂസ് ചെയ്യാം. ഇല്ലാത്തവർക്ക് ഫൗണ്ടേഷൻ ആയാലും യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടേക്കാണോ അതിനെ മറയ്ക്കേണ്ട സ്ഥലങ്ങൾ അവിടെ മാത്രം കൺസീൽ ചെയ്യുക. കൺസീലർ ഒരിക്കലും നമുക്ക് ഫേസ് മൊത്തത്തിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. എവിടേക്കാണോ കൂടുതലായിട്ട് നമുക്ക് ഡാർക്ക് സ്പോട്ടൊക്കെ ഉള്ളത് അവിടെ മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ എനിക്ക് വന്നിട്ട് കണ്ണിന് ചുറ്റും പിന്നെ ലിപ്പിന് ചുറ്റുമൊക്കെയാണ് കൂടുതൽ ഡാർക്ക് സർക്കിൾസ് അല്ലെങ്കിൽ ഒരുമാതിരി കറുപ്പ് പോലെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മറയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു വെറ്റ് ടിഷ്യൂ എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ഒന്ന് വെറ്റ് ടിഷ്യൂ അല്ല, വെറ്റ് സ്പഞ്ച് എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നമുക്കിതിനെ ഡാബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് അത് ഡാബ് ചെയ്ത് നന്നായി ബ്ലെൻഡ് ചെയ്യുക. ഫേസ് അത് അബ്സോർബ് ചെയ്യുന്ന രീതിയിലാക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ മേക്കപ്പ് വന്നിട്ട് ചുമ്മാ നമ്മൾ ഒരുപാട് കൊടുത്തിട്ടുണ്ടെന്നൊന്നും അറിയാതെ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ വെറ്റായിട്ടുള്ള സ്പഞ്ച് യൂസ് ചെയ്ത് നമ്മൾ ഡാബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നന്നായിട്ട് ഡാബ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ഫൗണ്ടേഷൻ ഇടാം. ഓക്കെ, ഇവിടെ കൺസീൽ ചെയ്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫൗണ്ടേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ നോക്കാം. ഫൗണ്ടേഷൻ വന്നിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് മാക്കിൻ്റെ ഫൗണ്ടേഷനാണ്. അപ്പോൾ ഷെയ്ഡ് നമ്പർ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇതെൻ്റെ കറക്റ്റ് ഷെയ്ഡാണ്. ഇതിൽ എക്സ്ട്രാ ലൈറ്റനിങ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം കറക്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എങ്ങനെയാണ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പോയി കാണുക. കണ്ടിട്ട് നമുക്ക് അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ കറക്റ്റ് കളർ നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ടതെന്ന്. ഓക്കെ, ഇതും നന്നായിട്ട് നമ്മുടെ ഈ ഫൗണ്ടേഷൻ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക, നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്കിനി ഐഷാഡോ പാലറ്റ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഐഷാഡോ പാലറ്റിൻ്റെ ഡീറ്റെയിൽസ് അത്രയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് വന്നിട്ട് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. എനിക്ക് റേറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല, ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഐഷാഡോ പാലറ്റിൽ നിന്ന് ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമുക്കത് ബ്ലഷായിട്ട് യൂസ് ചെയ്യാം. എക്സ്ട്രാ ബ്ലഷ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇങ്ങനെയുള്ള പൊടിക്കൈകളുണ്ടെങ്കിൽ നമുക്ക് എവിടെയും അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ ചീക്ക് ബോൺ ഇരിക്കൂലേ, അവിടെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാ, ബ്ലഷ് നന്നായിട്ട് ഇടാൻ അറിഞ്ഞുകൂടാത്തവർ ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാക്റ്റ് പൊസിഷൻ കിട്ടും നമുക്ക്. ഓക്കെ, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അത് എല്ലായിടവും കൂടെ ബ്ലെൻഡ് ചെയ്യരുത്, അവിടെ മാത്രം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഐ കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം, ഐ മേക്കപ്പ് കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഓറഞ്ച് ഷെയ്ഡാണ്. അത് കറക്റ്റ് എക്സാക്റ്റ് കളർ കിട്ടിയിട്ടില്ല, ലൈറ്റ് ഓറഞ്ചാണ് ഇതിലുള്ളത്. പക്ഷേ ഇട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ഏകദേശം ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ക്രീസ് ലൈൻ, അതായത് കണ്ണ് തുറന്ന് നോക്കുക,
തുറക്കുമ്പോഴത്തേക്കും ആദ്യത്തെ നമ്മുടെ പോളയില്ലേ അത് വന്ന് തട്ടുന്ന ലൈനാണ് ക്രീസ് ലൈൻ. അതുവരെ മാത്രമേ നമ്മുടെ ഐ ഷാഡോ പോകാവൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നന്നായിട്ടൊന്ന് അതിനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പുറത്തോട്ട് ആവരുത്, വൃത്തികേടായിരിക്കുമെന്ന്. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ബ്രഷ് കൊണ്ട്, ബ്രഷ് യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാത്തവർ കൈ കൊണ്ട് തന്നെ യൂസ് ചെയ്യുക, അതാണ് കുറച്ചും കൂടി എളുപ്പം. ഓക്കെ, ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കിനി ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഈ ഐ മേക്കപ്പ് ചെയ്തതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അവിടെ മാത്രം, വേറെ ബ്ലെൻഡൊന്നും ചെയ്യരുത്, അവിടെ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം നമുക്കൊരു ഡബിൾ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ കസവില്ലേ അതിൻ്റെ അതേ കളറാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. ഓക്കെ, ഇനി നമുക്ക് കോമ്പാക്ട് പൗഡറാണ്. കോമ്പാക്ട് പൗഡർ വന്നിട്ട് കളറെസെൻസിൻ്റെ കോമ്പാക്ട് പൗഡറാണ്. ഷെയ്ഡ് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും, ലിങ്കും കാണും. കോമ്പാക്ട് പൗഡർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഐബ്രോ സെറ്റ് ചെയ്യാം. ഐബ്രോ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റാണ്. അപ്പോൾ ഇത് ഞാൻ മുമ്പത്തെ ഓണം വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ള സെയിം പ്രോഡക്റ്റാണ്. ഇത് വന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നാച്ചുറൽ ഫീൽ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഐലൈനർ എല്ലാവരുടെ കയ്യിലുള്ളതാണ്. ഡാസ്ലറിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും എത്ര തന്നെ നമ്മൾ ഈ പെൻസിലൊക്കെ വാങ്ങിച്ചാലും എനിക്ക് കോൺഫിഡൻസ് ഇതിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അതിനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് എല്ലാ പ്രാവശ്യവും വരയ്ക്കണേക്കാട്ടിലും കുറച്ചൊന്ന് ബോൾഡായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കൊന്ന് ഒരു ട്രഡീഷണൽ ലുക്കല്ലേ, ട്രഡീഷണൽ ലുക്കിൽ നമ്മൾ ഐ ആണ് എപ്പോഴും വന്നിട്ട് അട്രാക്റ്റീവ് ആയിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് താഴത്ത് കണ്ണും കൂടി എഴുതി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ, ഇനി നമുക്ക് താഴത്തെ കണ്ണൂടി എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നിങ്ങളുടെ കയ്യിലുള്ള ഐ പെൻസിൽ യൂസ് ചെയ്ത് ഒരു കാജൽ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ബോൾഡായിട്ട് എഴുതി കൊടുക്കുക. വലിയ കണ്ണാക്കുന്ന രീതിയിൽ താഴോട്ടും കൂടി ഒന്ന് എഴുതി കൊടുക്കുക. അപ്പോഴത്തേക്കും കുറച്ചൊന്ന് കുറച്ചും കൂടി ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളിതിന് മസ്കാര യൂസ് ചെയ്യാൻ പോവാണ്. മസ്കാര നന്നായിട്ട് നമ്മുടെ ലാഷസിനെ ഒന്ന് നിവർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കേളറുള്ളവർക്ക് കേൾ ചെയ്തിട്ട് നമുക്ക് ഈ മസ്കാര അപ്ലൈ ചെയ്യാം. ഞാൻ വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് ഇവിടെ അവളുടെ കയ്യിലില്ല. അപ്പോൾ ഞാൻ വന്നിട്ട് നന്നായിട്ട് ലാഷസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഐ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമുക്കുള്ളത് ലിപ്പാണ്. ലിപ്പും കൂടി ഒന്ന് വരച്ചു കൊടുത്തതിന് കാര്യം തീർന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി ലിപ്പ് ലൈനർ എടുക്കുക. ലിപ്പ് ലൈനർ എടുത്തിട്ട് ലിപ്പിനെ ആദ്യം ഒന്ന് ലൈൻ ചെയ്യുക. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് സോഫ്റ്റ് മാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്, മാറ്റ് ലിപ്സ്റ്റിക്ക്. ഇതിൽ വന്നിട്ട് പല ഷെയ്ഡും എനിക്ക് കിട്ടി. ഇതിൽ വന്നിട്ട് ഞാൻ P121 എന്നിട്ടുള്ളൊരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് ലിപ്പ് നന്നായിട്ട് എഴുതി കൊടുക്കാം. സൈഡ് അത്രയും വരഞ്ഞു കൊടുക്കാം. അത് ഓക്കെ, അപ്പോൾ ഈ പെൻസിലിൻ്റെ തുമ്പിൽ കാണുന്നില്ലേ അറ്റത്ത്, അതാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞ ഈ പെൻസിലിൻ്റെ കളറ്. ഷെയ്ഡെന്ന് പറഞ്ഞാൽ ഒരു ന്യൂഡ് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ്. നമ്പറെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. ലിപ്സ്റ്റിക്കിൻ്റെ അവിടെ മെബലിൻ്റെ ന്യൂയോർക്ക് ലിപ്സ്റ്റിക്കാണ്. സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലിംഗ് ആണ്. ഹെയർ സ്റ്റൈലിങ്ങിന് ഞാൻ ഒന്ന് സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് നമ്മൾ ഒരു പാർട്ട് എടുത്തിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്ത് ചെവിയുടെ അറ്റം വരെ കൊണ്ടുപോകുന്നില്ല. ഇപ്പോൾ ഇതാ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ചെവിയുടെ മുകളിലായിട്ട് ക്ലിപ്പ് ചെയ്ത് വയ്ക്കുകയാണ്. കണ്ടോ? അപ്പോൾ ചെവിയുടെ
ഇനി താഴെ കൊണ്ടുവന്നില്ല, കുറച്ച് ഭാഗം മാത്രം, കുറച്ച് ക്രൗൺ ഏരിയ പോലെ, ക്രൗൺ എന്ന് പറഞ്ഞാൽ പഫും അല്ല, അങ്ങനത്തെ രീതിയിലൊന്ന് സെറ്റ് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡ് ചുമ്മാ ജസ്റ്റ് ഒന്നൊരു പാർട്ട് എടുത്തിട്ട് നമ്മൾ ക്ലിപ്പ് ചെയ്യാണ്, സാധാ നമ്മൾ കേട്ടത്തില്ലേ അതുപോലെ. അപ്പോൾ ഇത്രയും വിട്ടിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, കുറച്ച് നമ്മളിപ്പോൾ ഒരുപാട് ഇങ്ങനെ ചെവിയുടെ അടുത്തുനിന്ന് ഹെയർ എടുത്ത് നമ്മൾ ബാക്കിലോട്ട് കെട്ടുവാണെങ്കിൽ നമ്മൾ പൂ കൂടി വയ്ക്കുമ്പോഴത്തേക്ക് ഒതുങ്ങിപ്പോവും, അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഫ്ലവർ സെറ്റ് ചെയ്യാൻ പോവാണ്. ഫ്ലവർ വന്നിട്ട് ആദ്യം ഞാൻ ഓറഞ്ച് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സാണ് നോക്കി, അപ്പോൾ ഒരിടത്തും കിട്ടാനില്ല, ജമന്തി പൂ മാത്രമുണ്ട്, അതെനിക്ക് അത്ര ബെറ്ററായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഇത് വന്നിട്ട് തെറ്റിപ്പൂവാണ്. തെറ്റിപ്പൂ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്. അപ്പോൾ അതിനെ വന്നിട്ട് കോർത്തെടുത്തതാണ് കേട്ടോ, സൂചി കൊണ്ട് കോർത്തെടുത്തിട്ട് മുല്ലപ്പൂടെ ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ ഹെയറിൽ വയ്ക്കുകയാണ്. ഇത് ഹെയറിൽ വയ്ക്കാവുന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് തോന്നി വെച്ചതാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ അത്രയും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർണമെൻറ്റ്സോട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊരു ലോങ് ചെയിനാണ്, കുറച്ച് ഹെവി ലോക്കറ്റുള്ള ഒരു ലോങ് ചെയിനാണ്. ചോക്കറൊന്നുമല്ല, സാധാ നമുക്ക് നോർമലി കിടക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ജിമുക്ക, നമ്മളിപ്പോൾ ഒരു ട്രഡീഷണൽ ലുക്കല്ലേ, അതും നമ്മൾ ഈ സെറ്റ് സാരി എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മനസ്സിൽ ജിമുക്കയാണ് വരുന്നത്. അപ്പോൾ ജിമുക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ ഷെയ്ഡിലൊരു വള കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.